ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. കർണാടകത്തിൽ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് കൂടുതൽ നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് കർണാടകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ സദാനന്ദ് ഗൌഡയെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. സദാനന്ദ് ഗൌഡയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ബി.ജെ.പി നേതാക്കൾ എന്നാണ് അറിയുവാൻ കഴിയുന്നത്. സീറ്റ് നിഷേധിച്ചതിനാൽ അതൃപ്തിയിലാണ് സദാനന്ദ് ഗൌഡ. അതുകൊണ്ട് സദാനന്ദ് ഗൌഡ ബി.ജെ.പി വിട്ടേക്കും. ഇതിനായുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുവി വിശ്വനാഥ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, വളരെ ചടുലമായ ഒരു നീക്കമാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസൂരിൽ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നാണല്ലോ. എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയിട്ടുണ്ടോ? ഗൌഡ ബി.ജെ.പി വിടുമോ? മഞ്ജുഷ്, ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുള്ള കർണാടകയിൽ നിന്നാണ് പ്രബലനായ ഒരു നേതാവിനെ ഇപ്പോൾ കോൺഗ്രസ് റാഞ്ചിയെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് കർണാടകയിൽ നടത്തിയിരിക്കുന്നത്. ബി.ജെ.പിയിൽ സമാനതകളില്ലാത്ത പദവികൾ അലങ്കരിച്ച വ്യക്തിയായിരുന്നു സദാനന്ദ ഗൌഡ. 10 വർഷക്കാലം MLA ആയിരുന്നു, 20 വർഷത്തോളം MP ആയിരുന്നു, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ പദവികൾ അലങ്കരിച്ചിരുന്ന സദാനന്ദ ഗൌഡയാണ് ഇപ്പോൾ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. മൈസൂരുവിൽ തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിച്ചേക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള പ്രബലനായ ഒരു നേതാവ് കൂടിയാണ് ഈ സദാനന്ദ ഗൌഡ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മൈസൂരുവിൽ മത്സരിപ്പിച്ചേക്കും എന്നാണ് സൂചനകൾ. അദ്ദേഹവുമായി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ബംഗളൂരു നോർത്തിലെ MP ആയിരുന്നു ഈ സദാനന്ദ ഗൌഡ. ഇത്തവണ അദ്ദേഹത്തിന് അവിടെ സീറ്റ് നിഷേധിച്ചിരുന്നു. ഒപ്പം കേന്ദ്രമന്ത്രി, ഇതിന് ചരട് വലിച്ച കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയ്ക്കാണ് അവിടെ സീറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൽ വലിയ അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ഉടൻ തന്നെ ഈ സദാനന്ദ ഗൌഡ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തനിക്ക് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്നില്ല, യുവമുഖങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നൊരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി അന്ന് തന്നെ അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് പാർട്ടി വിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് തെലങ്കാന ഗവർണർ രാജിവെച്ചു, തമിഴിസൈ സൗന്ദരരാജൻ. അവർ എവിടെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാനുള്ളത്? അത് ഉറപ്പായിട്ടുണ്ടോ ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന്? ബി.ജെ.പി ടിക്കറ്റിൽ അവർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിൽ പുതുച്ചേരി, സൗത്ത് ചെന്നൈ എന്നിവിടങ്ങളിലാണ് അവർ മത്സരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എവിടെ മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. തെലങ്കാന ഗവർണറായിരുന്നു. 2019 അവർ കനിമൊഴിക്കെതിരെ മത്സരിക്കുകയും ചെയ്തിരുന്നു തൂത്തുക്കുടിയിൽ നിന്ന്. അവിടുന്ന് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബി.ജെ.പി അവരെ തെലങ്കാനയിൽ ഗവർണറാക്കിയത്. തുടർന്ന് പുതുച്ചേരിയിലെ ഒരു ലഫ്റ്റനന്റ് ഗവർണറായും തമിഴിസൈ സൗന്ദരരാജൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അവർ രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. രാഷ്ട്രപതി അവരുടെ രാജി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ജുഷ്, ശരി സുബി. തമിഴിസൈ സൗന്ദരരാജൻ തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാനാണ് സാധ്യത. അതേസമയത്താണ് സദാനന്ദ് ഗൌഡയെ റാഞ്ചാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നത്.